ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതാണല്ലേ, ഇങ്ങനെ വെക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, തിരിയുക. മാറ്റിഡോറിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ അത് എടുക്കുക, ഇതുണ്ട്, ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെട്രോഹെഡ് മോട്ടോർസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രാക്സിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആട്ടോ. നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്ത് പോയിട്ട് നമ്മുടെ ബമ്പർ അതേപോലെ ഗ്രില്ല് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. പിന്നെ അതേപോലെ കുറച്ച് ചെറിയ ചെറിയ പാർട്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഫിക്സ് ചെയ്യണം. പിന്നെ അതേപോലെ കുറച്ച് നെറ്റും ബോൾട്ടും സാധനങ്ങളൊക്കെ നമുക്ക് പുതിയത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. ബാക്കിൽ ബമ്പറാണ് കിടന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ട്രാക്സിൻ്റെ. അപ്പോൾ എന്താണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റ് നോസ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ബോണറ്റിൻ്റെ ഒരു മൂക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇത് പിടിച്ച് പൊക്കാനും അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ളൊരു സംഭവമാണിത്. അതായത് ടെമ്പോ ട്രാക്സിൻ്റെ ഒറിജിനൽ ലോഗോയും കാര്യങ്ങളും വരുന്നതാണ്. ഈ വണ്ടി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കംപ്ലീറ്റ് സ്റ്റോക്കിലാണ്. അപ്പോൾ പലർക്കും ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ ബോറായിട്ടൊക്കെ തോന്നും. അപ്പോൾ എനിക്കും ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ വൃത്തികേടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മളത് ഫിക്സ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റായി. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യുന്ന കേട്ടോ. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഈ 3 സ്ക്രൂസ് കണ്ടോ, ഇതിനകത്താണ് അതിൻ്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതിനെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. എടുക്കുക, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ചെറിയ 3 നട്ടും ബോൾട്ടും ഉണ്ട്. 3-4 എണ്ണമൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ 3 എണ്ണമൊക്കെ ഇട്ടാൽ മതി. ഇട്ട് കൊടുക്കുക, ടൈറ്റ് ചെയ്യുക. ഇതിലാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് കേട്ടോ. ഇതിനകത്ത് ഐ ബീമും ലോ ബീമും ഒരു പാർക്കും വരുന്നൊരു ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത്. പിന്നെ അത് മാത്രമല്ല, ഈ ഫിക്സ് ചെയ്യാനുള്ളത് അത് കണ്ടില്ലേ, ഈ കാണുന്ന ഈ സ്പ്രിങ് ഉള്ള ഈ 3 സ്ക്രൂവിലേക്കാണ് ഈ ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഹെഡ്ലൈറ്റ് പുതിയതാട്ടോ, ഹെല്ല എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് ഇന്ത്യൻ മെയ്ഡ് ലെൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇമ്പോർട്ടഡ് ലെൻസും ഉണ്ട് ഹെല്ലയ്ക്ക്. അപ്പോൾ അതേപോലത്തെ ഒരു സാധാ ഹെഡ്ലൈറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ഈ റിംഗ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന പഴയ റിംഗ് തന്നെയാണ്. അപ്പോൾ ഈ റിംഗ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് പുതിയ മോഡലിന്. ലൈറ്റ് ആണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്തേക്കുന്നതെന്നുള്ളൂ. ഇതല്ല ആക്ച്വലി ഈ വണ്ടിയുടെ എന്താ പറയുക ബാക്കിൽ വരുന്ന ഈ റിങ്, ഇത് നമ്മുടെ മേജറിൻ്റെയാണ്. അപ്പോൾ നമ്മളിതെന്തിനാണ് ഫിക്സ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ വണ്ടിയുടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് മാറ്റണേ, അതായത് ഹെഡ്ലൈറ്റിലെ ബൾബ് മാറ്റണേ കൂടെ നമ്മൾ ഫ്രണ്ടിൽ ഈ കംപ്ലീറ്റ് സെറ്റായിട്ട് നമ്മൾ അയച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഈ സാധനം നമ്മൾ കൊടുത്തേക്കുന്നത്. ഹെഡ്ലൈറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതാണല്ലേ, ഇങ്ങനെ വെക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, തിരിയുക, കഴിഞ്ഞു. ഇനി ഹെഡ്ലൈറ്റ് പുറത്തേക്ക് വരില്ല. ഹെഡ്ലൈറ്റിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഫിക്സ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കേട്ടോ. ഇൻഡിക്കേറ്ററൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ജസ്റ്റ് എടുത്ത് വെക്കുക, ഒരു കണ്ടോ, ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് ബോൾട്ട് ഓൺ ചെയ്താൽ മതി. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കാണുന്ന ഒരു റബ്ബർ കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഇൻഡിക്കേറ്റർ. ഇത് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അതായത് കണ്ടില്ലേ, ഈ 2 ബോൾട്ട് ജസ്റ്റ് ഈ ബോഡിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. അത് എപ്പുറത്തോട് വെച്ച് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്യാണ്. ഇതിനാകെ ഒരു വയറുള്ളൂ. എർത്ത് നമ്മുടെ ബോഡി ആയിട്ട് തന്നെ ഫുള്ളി കണക്റ്റഡ് ആണ്. അപ്പോൾ എടുക്കുക, വെച്ച് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ബാക്കിൽ നിന്ന് കാണുന്ന ചെറിയ 2 ഉണ്ടല്ലോ, അത് ബാക്കിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ കാഴ്ച. അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് 2 നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വേറൊരു പാർക്കിൻ്റെ ഇത് വരാണ്ട് ഈ സൈഡിൽ അതിൽ ചെറിയൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട്. ഈ 2 സൈഡിലും 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്രില്ലും അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ കവറുണ്ട്. ഈ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ ഉണ്ട്. അപ്പോൾ അത് എന്താണ് നമുക്ക് നേരെ ഗ്രില്ല് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രില്ലിൽ വരുന്ന ലോഗോ കേട്ടോ. അതായത് ടെമ്പോ എന്ന് പറയുന്ന കമ്പനി ഒറിജിനൽ ലോഗോയാണ്. അപ്പോൾ ഇതാണെങ്കിലും ഗ്രില്ലിൻ്റെ സെൻറ്ററിലായിട്ട് ചുമ്മാ വെച്ച് കൊടുക്കുക, ബാക്കിൽ നിന്ന് ടൈറ്റ് ചെയ്യുക. മെയിൻ ഗ്രില്ല് വെച്ച് കൊടുക്കാൻ പോകട്ടോ. ജസ്റ്റ് എടുക്കുക, ഇതിലേക്ക് വെക്കുക, സ്ക്രൂ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ വരുന്നത് കേട്ടോ. ഇതിലാണ് നമ്മുടെ ഫ്യൂൽ മീറ്റർ കാര്യങ്ങൾ, ഓഡോമീറ്റർ, ടെമ്പറേച്ചർ മീറ്റർ, അതേപോലെ ഇതിലേക്ക് വന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിലേക്കാണ് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം ഫിക്സ് ചെയ്യാനുള്ളൊരു പ്ലേറ്റാണിത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഡാഷ് ബോർഡിലേക്ക് എടുത്ത് സെറ്റ് ചെയ്യാം. ഫ്യൂൽ മീറ്റർ ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ നമുക്കിത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അലൈൻ ചെയ്യണമെങ്കിലൊക്കെ ഞാൻ ഈ സൈഡ് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, ഒന്ന് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാലൊക്കെ മതിയിട്ടാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഓഡോമീറ്റർ. 44,932 ക്ലോക്ക് ചെയ്ത ഓഡോമീറ്ററാണിത്. ഒറിജിനൽ മാറ്റിഡോറിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് എടുക്കുക, ഇതുണ്ട്, സിമ്പിളായിട്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക്. അതിന് ശേഷം നേരെ തിരിച്ചു പിടിച്ചിട്ട് ഇതാണ് ഓഡോമീറ്ററിൻ്റെ ക്ലാമ്പ് തന്നെ. ഈ ക്ലാമ്പ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഈ സൈഡ് ഇങ്ങനെ ടൈറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വല്ല കട്ടിംഗ് പ്ലെയറൊക്കെ യൂസ് ചെയ്ത് ഇത് ടൈറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നമ്മുടെ ക്ലസ്റ്റർ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അതായത് മീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് പിടിപ്പിച്ച് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിൻ്റെ ലൈറ്റായിട്ട് ഇതിനകത്ത് തന്നെ. പിന്നെ ഓയിലിൻ്റെ
ശേഷം ഇത് നമ്മുടെ ബാറ്ററി ഇവിടെയാണ്. ഇത് നമ്മുടെ ബ്രേക്ക് ഓയിൽ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നതിൻ്റെ അതവിടെ കൊടുത്തു. ഹൈ ബീം ആൻഡ് ലോ ബീം, ഹൈ ബീം തിരിഞ്ഞു പോയോ? അപ്പുറത്തെ സൈഡിലോട്ടാണോ ഹൈ ബീം വരിക? ഇതും കൂടിയുണ്ട് ഇൻഡിക്കേറ്റർ. അപ്പോൾ അതെ നമുക്ക് ക്ലസ്റ്റർ എടുത്തത് ചുമ്മാ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലിവർ കേട്ടോ. ഇലക്ട്രോണിക് പമ്പ് അല്ല ഈ വണ്ടിക്കകത്തിരിക്കണേ, അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലെ ഒരു കേബിളിൽ വലിച്ച് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ കേബിൾ പുതിയതാണ്, ഈ സ്റ്റോപ്പ് എന്നുള്ള നോബില്ലേ ആ സാധനം മാത്രം പഴയത്. കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് സ്റ്റിയറിംഗ് വീൽ കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് നമ്മുടെ റീസ്റ്റോറേഷൻ തീരാറായി എന്നൊക്കെ ഇപ്പോഴാണ് പറയാനായിട്ടുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിക്ക് കനോപ്പി മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ ഫുൾ സ്റ്റോക്കായിട്ട്, അതായത് കമ്പനിയിൽ നിന്ന് ഈ വണ്ടി എങ്ങനെ ഇറങ്ങിയോ അതിന് യാതൊരു വ്യത്യാസവും കൂടാതെയാണ് ഈ വണ്ടി ചെയ്തേക്കണത്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1998 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ബമ്പർ വെച്ചു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനോപ്പി, അത് മാത്രമാണ് ചെയ്യാനുള്ളൂ. അതായത് നമ്മുടെ ടോപ്പ് വുഡ് ഇടാനുണ്ട്, പിന്നെ അതേപോലെ ഡോർ പാഡ് സംഭവങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈൻഡർ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതും സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്തു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുനിന്ന് എയർ എടുക്കാൻ വേണ്ടിയുള്ള വെൻറ്റുകൾ കേട്ടോ, AC-യുടെ അല്ല. അപ്പോൾ ഈ സെൻറ്ററിലുള്ള ഒരു എയർ വെൻറ്റ് നമ്മുടെ കയ്യിൽ മിസ്സിങ് ആണ്. ആ സാധനം കാണാനില്ല എവിടെയാണ്. അങ്ങനെ 2-3 സാധനങ്ങൾ കാണാതെ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിലിരുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതിന് ശേഷം മിസ്സായി പോയതാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള വിശേഷവും കാര്യങ്ങളും. ഇപ്പോൾ വണ്ടി ആക്ച്വലി സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. അതിൻ്റെ ഇഞ്ചിൻ്റെ ആ ഒരു നോയ്സ് വേണമെങ്കിൽ കേൾപ്പിച്ച് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു OM 616 എന്ന് പറയുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ഇഞ്ചിനും കാര്യങ്ങളുമാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. അതായത് മെർസിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയ ഒരു മെറ്റഡോറിൻ്റെ എഞ്ചിൻ വേണം തെളിച്ച് പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ഇഞ്ചിൻ്റെ നോയ്സ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സോസ് നോട്ടും കൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ വണ്ടിയുടെ തന്നെ. സൗണ്ടും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു പെട്രോൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എക്സോസ്റ്റ് ആണെങ്കിലും ഒരു സംഭവം ഓൾട്ടർ ചെയ്തിട്ടില്ല. ഈ വണ്ടി സ്റ്റോക്ക് എങ്ങനെ വരുന്നോ അതേ ലെവലിലാണ് നമ്മൾ ഫുൾ ചെയ്തെടുത്തേക്കുന്നത്. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത്രയും ഹൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാരക ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഫ്രണ്ട് പമ്പർ ഉണ്ടല്ലോ, ഫ്രണ്ട് പമ്പർ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള പോലെ തോന്നണേ. പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാവരും ടെറൈനും ക്ലൈംബ് ചെയ്യാൻ പറ്റിയ ഒരു കേപ്പബിലിറ്റി ഉള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ നന്നായിട്ട് താഴോട്ട് ഈ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഫ്രണ്ട് പമ്പർ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓഫ് റോഡിന് പോകുമ്പോൾ ഈ പമ്പർ റിമൂവ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വീലാർച്ചും കാര്യങ്ങളും പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ നമ്മുടെ പെയിൻ്റ് അടിച്ച വർക്ക്ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. പിന്നെ അതേപോലെ ഇലക്ട്രിക്കൽ വർക്ക് കുറച്ചുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലൈറ്റ് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ കൊണ്ടുവന്ന് നിർത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ കനോപ്പി സോഫ്റ്റ് ടോപ്പും കാര്യങ്ങളും ചെയ്ത് വണ്ടിയുടെ പണി ഇനിയൊരു 10% കൂടിയേ ബാക്കിയുള്ളൂ. എല്ലായിടത്തും തിരക്കാണ്. ഈ കനോപ്പി ചെയ്യുന്നിടത്താണെങ്കിലും അവരൊക്കെ കുറച്ച് ദിവസം കഴിയും എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആകുന്നത്. എല്ലാം നമുക്ക് ഒരു റൂഫിനടിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ റീസ്റ്റോറേഷൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും പല സ്ഥലത്തും, അതായത് പാച്ച് വർക്ക് ഒരു സ്ഥലത്ത്, പെയിൻറ്റിങ് ഒരു സ്ഥലത്ത്, പിന്നെ മെക്കാനിക്കൽ കുറച്ച് നമ്മുടെ വീട്ടിലിട്ട് ചെയ്ത്, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഒന്ന് ഇത്രയും സമയം തന്നെ. ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു റൂഫിനടിയിൽ ഇതെല്ലാം ചെയ്ത് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ഫിക്സ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ പമ്പർ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ടോപ്പിൽ വരുന്ന ലൈറ്റ്, ഇത് G-Wagon ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒറിജിനൽ ടെമ്പോ ട്രാക്സിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ 2 വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ട്രാക്സ് എന്നുള്ളതിൻ്റെ ഒരു മോണോഗ്രാം അവിടെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്നോർക്കൽ, മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഈ കാണുന്ന സൈഡിൽ വരുന്ന ഒരു ചെറിയ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ബാക്കിലും അതേപോലെ തന്നെ ട്രാക്സ് എന്നുള്ളൊരു
ഒരു മോണോഗ്രാം വരുന്നുണ്ട്. ഇനി ബാക്ക് പെയിൻറ്റ് അടിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോഗ്രാമും കൂടെ ട്രാക്സ് എന്നുള്ളത് വരും. അത് നമ്മൾ ആക്ച്വലി ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പെയിൻറ്റ് അടിച്ചതിന് ശേഷമാണ് ഫ്യൂവലിൻ്റെ ക്യാപ്പ് കാര്യങ്ങളും നേരെ ഫിക്സ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കാഴ്ച ഇത്രയായിട്ടുണ്ട് നമ്മുടെ ട്രാക്സിൻ്റെ വർക്ക്. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.